എന്താടി, നിനക്ക് തീരെ വയ്യേ? എനിക്ക് വിശക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് അനുസരിക്കാൻ പറ്റുമോ? എന്നെ വീട്ടിൽ വിട്ടാ മതി, ഞാൻ പൊക്കോളാം. അതിനല്ലല്ലോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നെ എന്തിനാ കൊണ്ടുവന്നേ? ഞാൻ പറയുന്ന ജോലിയൊക്കെ ചെയ്യിക്കാൻ. വേണ്ട, എനിക്ക് പോയാ മതി. എങ്ങോട്ട് പോകാനാ നീ? എന്റെ വീട്ടിലോട്ട്. നിനക്കെവിടാ വീട്? വീടുണ്ടല്ലോ. അത് നിന്റെ വീടാണോ? നിന്നെ ആർക്ക് വേണം? നിനക്കാരാ ഉള്ളത്? എനിക്ക് എല്ലാരും ഉണ്ട്. അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും എല്ലാരും ഉണ്ടല്ലോ. അവരൊന്നും നിന്റെ ആരും അല്ലല്ലോ. നീ ബസ്സിലിരുന്ന് എന്റെ അടുത്ത് കഥയെല്ലാം പറഞ്ഞു തന്നില്ലേ? മറന്നുപോയോ? എനിക്കെന്റെ അച്ഛനും അമ്മയും അവര് തന്നെയാ. അവർക്ക് നിന്നെ വേണ്ടെങ്കിലോ? വേണം. അച്ഛനും വേണം, അമ്മയ്ക്കും വേണം, സൂര്യമ്മക്കും അപ്പുണ്ണിക്കും വേണം. അച്ഛനിപ്പോ എന്നെ കാണാനിട്ട് വിഷമിച്ചിരിക്കുവായിരിക്കും. നീ വീട് വിട്ടു പോയി എന്നറിയുമ്പോ അവരെല്ലാം സന്തോഷിക്കേ ഉള്ളൂ. ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച്. ഇല്ല ഇല്ല, എനിക്കറിയാം എല്ലാരും വിഷമിക്കും. അവര് കുറച്ച് വിഷമിച്ചോട്ടെ, സാരമില്ല. നിനക്കിപ്പോ ചോറ് വേണോ കഴിക്കാൻ? വേണം. ഞാൻ പറയുന്ന ജോലി ചെയ്യാൻ പറ്റുമോ? എനിക്ക് വയ്യ, തളർന്നു പോകുമോ വിശന്നിട്ട്. പിന്നെങ്ങനാ ജോലി ചെയ്യുന്ന? നിനക്ക് ഞാൻ ആഹാരം തരാം, അത് കഴിച്ചിട്ട് മതി ജോലി ചെയ്യുന്നത്. വേണ്ട, എന്നൊരു ബസ് കയറ്റി വിട്ടാ മതി, ഞാൻ പൊക്കോളാം. നിന്നെ ഉടനെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. കൊറേ ജോലി ചെയ്ത് ബസ് കൂലിക്കുള്ള കാശൊക്കെ ഉണ്ടാക്കിയിട്ട് പോയാ മതി. ബസ് കൂലി ഉണ്ടായിരുന്നല്ലോ എന്റെ കയ്യില്. അതെല്ലാം ഇങ്ങോട്ട് വന്നപ്പോ ചെലവായി പോയി. എന്നെ വീട്ടിൽ കൊണ്ടുവിട്ട എന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചു തരാം. അതൊന്നും നടക്കില്ല. എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ നേരവും ഇല്ല. നീ ഇവിടെ പട്ടിണി കിടന്നു. നിനക്ക് ജോലി ചെയ്യാനുള്ള മനസ്സ് വരുമ്പോ വിളിച്ചാ മതി. നീയാണോ ഞാനാണോ തോക്കുന്നതെന്ന് നിനക്ക് താമസിയാതെ മനസ്സിലാവും. അത് നമ്മുടെ അധികാരത്തിൽപ്പെട്ടതല്ല, ജൂറിസ്ഡിക്ഷനും വേറെയാ. കായംകുളം സർക്കിളിന്റെ അധികാര പരിധിയില്ല. അവിടെ പറഞ്ഞാൽ മതി. ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്ക്, കോടതി പറയട്ടെ. ഓക്കെ, ശരി. എന്തായി? എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോ? ഇവിടെ എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ചേർത്തലേ ഇങ്ങോട്ട് വരണമെന്നില്ല. ഫോൺ നമ്പർ തന്നിട്ടുണ്ടല്ലോ. എന്ത് വിവരം കിട്ടിയാലും അങ്ങോട്ട് വിളിച്ചറിയിച്ചേക്കാം. അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല സാറേ. അങ്ങനെ സമാധാനക്കേടുള്ളവര് കുട്ടിയെ കൂടെ കൊണ്ടുപോകണമായിരുന്നു. വല്ലവരുടെയൊക്കെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ശവത്തി കുത്തല്ലേ സാറേ, ചങ്കില് തീയായിട്ട് നടക്കുക. പത്രപരസ്യവും TV വാർത്തയൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. അങ്ങനെ സമാധാനിച്ച് പോവും. ഞങ്ങളും അന്വേഷണം നിർത്തിയിട്ടൊന്നുമില്ല. എന്നാ ഞാൻ പോക്കോട്ടെ സാറേ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. പോലീസിനോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങിയ അതിനെ നേരം കാണും. കാരണം എല്ലാരും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക.